ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ ഞാൻ ആക്ച്വലി ഒരു ഐഫോൺ യൂസറായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3-4 കൊല്ലമായിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് എൻ്റെ ഐഫോൺ എന്ന് പറയുന്നത് 3-4 കൊല്ലം ആയില്ലെന്നുണ്ട്, 3 കൊല്ലം കഴിഞ്ഞോന്നുള്ളൂ തോന്നുന്നു. ഫസ്റ്റ് ഐഫോൺ എന്ന് പറയുന്നത് ഐഫോൺ 13 തൊട്ടാണ് ഞാൻ എടുത്തു തുടങ്ങിയിട്ട് ഐഫോൺ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഞാൻ കറന്റ് ഉപയോഗിക്കുന്നത് ഐഫോൺ 15 ആണ്. ഇതും ആക്ച്വലി ഇതിൻ്റെ കുറേ ഇഷ്യൂസും അപ്ഡേറ്റിന് ശേഷം വന്ന സംഭവം നമ്മുടെ 3ാമത്തെ ചാനൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ക്യാമറയുടെ സൈഡിലൊക്കെ പെയിന്റും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. 6 മാസം പോലും ആയിട്ടില്ല, അപ്പോഴേക്കും പെയിന്റ് സംഭവങ്ങളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ പ്രൈമറി ഡിവൈസായിട്ട് ഉപയോഗിക്കാന്ന് വെച്ചാൽ ഞാൻ ഇതിന് ശേഷം ആപ്പിൾ വാച്ച് അൾട്രാ 2 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 80,000 രൂപയാണ് ഇതിനായിട്ടും റേറ്റ് വരുന്നുണ്ട്. ഈ വാച്ച് സൂപ്പർ ആട്ടോ, കിടിലൻ സാധനം തന്നെയാണ്. ഞാൻ ഇതിന് മുമ്പും ആപ്പിൾ വാച്ച്, നോർമൽ ആപ്പിൾ വാച്ച് ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഇത്ര തീരെ പിടുത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സാധനം വാങ്ങിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആപ്പിൾ വാച്ചാണ്. ഇത് അത്യാവശ്യം ബാക്കപ്പും ഉണ്ട്, വലിയ ഡിസ്പ്ലേ ആണ്. എൻ്റെ ഓൾറെഡി നമ്മുടെ വാച്ച് SC2 ഉണ്ടായിരുന്നു, LT എഡിഷൻ തന്നെ. ഈ സാധനം കണ്ടു, ഇതെനിക്ക് അത്ര തീരെപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല. ഇത് ഒരു ദിവസമൊക്കെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുള്ളൂ, ഫാസ്റ്റ് ചാർജിങ് സംഭവമൊന്നുമില്ല, ഡിസ്പ്ലേ ചെറുതാണ്, അതൊക്കെയാണ്. അപ്പോൾ അതെനിക്ക് വലിയ ഞാൻ സെയിൽ ഔട്ട് ചെയ്യാൻ വെച്ചിട്ട് പറഞ്ഞാൽ ആർക്കും വേണ്ടെന്നുണ്ട്. ഞാൻ OLSൽ ആഡ് ചെയ്തിട്ട് മതിയായി, ആർക്കും വേണ്ട ആപ്പിൾ സാധനങ്ങളൊന്നും. അതുപോലെ തന്നെ ഞാൻ മാക്ബുക്ക് സെയിൽ ഔട്ട് ചെയ്യാൻ നോക്കിയിട്ട് എത്ര ആഡാന്ന് ഇട്ടാൽ തരും. ഇപ്പോൾ ആർക്കും വേണ്ട ആപ്പിൾ. അപ്പോൾ തീരെ റീസെൽ വാല്യൂ ഇല്ല സംഭവത്തിനിപ്പോൾ. അപ്പോൾ ഇത് വാങ്ങിച്ചിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഈ iOS 18.1 വന്നതിന് ശേഷം ഭയങ്കര ഇഷ്യൂസാണ്. എനിക്ക് ഭയങ്കര കുറേ കംപ്ലയിൻസ് സംഭവമൊക്കെയാണ്. നമ്മളെ 3ാമത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്, സ്റ്റെക്കും കാര്യങ്ങളായിട്ടും ഫുൾ ഫ്രീസ് ആണ്, ഫോൺ ഫുൾ ഫ്രീസ് ആണ്, ഇഷ്യൂസ് സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബാങ്കിങ് ആപ്സുകളൊന്നും വർക്ക് ചെയ്യണമെന്നില്ല, എനിക്ക് ആകെ പുലിവാല് പിടിച്ച പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാൻ സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കുന്നത് സാംസങ്ങിൻ്റെ ഫോണാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കംപ്ലീറ്റ്ലി മാറിയാലോ, പ്രൈമറി ഡിവൈസ് ആയിട്ട് ഇതിലേക്ക് മാറിയാലോ എന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് iOS ടു ആൻഡ്രോയിഡിൽ നമുക്ക് ഡാറ്റാസ് സെൻഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. അവർക്ക് സെപ്പറേറ്റ് ആപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ 100% സംഭവങ്ങളൊന്നും ആവുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസുകളുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഫുള്ളി കംപ്ലീറ്റ്ലി പ്രൈമറി ഡിവൈസ് മാറ്റാൻ വിചാരിച്ചു. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ സാംസങ്ങിൻ്റെ ഫോണിലേക്ക് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഈ വാച്ച് ചുമ്മാ വെറുതെ വെക്കേണ്ടി വരും. അതാണ് ഒരു ഇഷ്യൂ. ഇത് എൻ്റെ LT മോഡലാണ്. അപ്പോൾ ഇതിൽ എൻ്റെ സിമ്മും ഉണ്ട്, എൻ്റെ പ്രൈമറി സിമ്മിൻ്റെ സിമ്മും ഉണ്ട്. അപ്പോൾ അത് വർക്ക് ചെയ്യില്ല പിന്നെ. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂ ഉണ്ട്. എൻ്റെ സാംസങ് വാച്ച് ഉണ്ട്, എന്നാലും ഈ സാധനം എത്ര വില കൊടുത്ത് വാങ്ങിച്ചിട്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ അത്രയും കാലം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സാധനം എനിക്ക് ആക്ച്വലി iOS ഭയങ്കരമായിട്ട് മടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മടുത്തു. നമുക്ക് ആക്ച്വലി ഒരു വീഡിയോ പർപ്പസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു iOS ഡിവൈസ് കയ്യിലില്ലാണ്ട് പറ്റൂല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ എല്ലാ iOS ഡിവൈസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ. ഇപ്പം ഞാൻ iPad അടക്കം എല്ലാം കൊടുത്തു. ഇപ്പോൾ iPad കൊടുത്തു, മാക്ബുക്ക് കൊടുത്തു, ഇനിയിപ്പോൾ എൻ്റെ ഒരു വാച്ച് കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ഫോൺ പറഞ്ഞാൽ എന്തായാലും കയ്യിൽ വേണ്ടി വരും. അപ്പോൾ അത് വേറെ രക്ഷയൊന്നുമില്ല. അപ്പോൾ അതാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ മാറാൻ ഫുള്ള് തീരുമാനിച്ചത്. ആക്ച്വലി എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ തന്നെ കുറേ പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സാംസങ് S9 ടാബ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഫോൺ ഞാൻ സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാച്ച് ഉണ്ട്. പിന്നെ എൻ്റെ മോണിറ്റർ, സ്മാർട്ട് മോണിറ്റർ സാംസങ്ങിൻ്റെയാണ്, TV സാംസങ്ങിൻ്റെയാണ്, സൗണ്ട് ബാർ സാംസങ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു ഇക്കോസിസ്റ്റം കുറേ കൂടുതലുണ്ട്. അപ്പോൾ ഈ ഫോണൊക്കെ നമുക്ക് ഈ ഫോൺ പ്രൈമറി ഡിവൈസ് ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ, വയർലെസ് കണക്ട് ചെയ്യാൻ എനിക്ക് ഇതൊക്കെ ഭയങ്കര സുഖമാണ്, വയർലെസ് കണക്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ കുറച്ച് ബെനിഫിറ്റ് സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറാൻ വിചാരിച്ചു. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള One UI വന്നപ്പോഴൊക്കെ നല്ല സ്മൂത്തും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ഫീച്ചേഴ്സും കുറേയൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ നമുക്ക് വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. ആ സാധനത്തിൻ്റെ നമ്മുടെ നോർമൽ 60 Hz ഡിസ്പ്ലേ ഒന്നല്ല, ഗെയിമിങ്ങിനും എല്ലാത്തിനും കൊള്ളാം, ക്യാമറയിലും കൊള്ളാം. നമുക്ക് S Pen ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി എനിക്ക് കുറച്ച് അത്യാവശ്യം ബിസിനസ് പർപ്പസുകൾ ഉള്ളതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഓഫീസ് പർപ്പസുകളുണ്ട് തന്നെ നമുക്ക് ഈ സാധനം നല്ലോണം ഉപകരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു മൾട്ടി യൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇത് പ്രൈമറി ഡിവൈസ് ആവാൻ മാറുന്നത്. പിന്നെ ബാറ്ററി ബാക്കപ്പ് കൂടുതലുണ്ട്, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പ് ഇതിൽ കൂടുതൽ ഇടുന്നുണ്ട്, അതിനായിട്ടും കൂടുതൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു 18.1.1 വന്നിട്ടുണ്ട്. അതിനുശേഷം വലിയ ബാക്കപ്പ് ഒക്കെ കുഴപ്പമില്ലാണ്ട് പണ്ടത്തെ പോലെ ഉണ്ട്. 18.1 വന്നപ്പോൾ ബാറ്ററി എന്താ പറയുക, അങ്ങനെ ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കംപ്ലീറ്റ്ലി മാറാൻ തീരുമാനിച്ചിട്ട് ഇരിക്കുകയാണ്. ഞാൻ ആക്ച്വലി ആദ്യം കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇതുപോലെ മാറാൻ നോക്കിയിരുന്നു. പക്ഷേ പിന്നെ ഞാൻ പിൻവലിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ, ഇതിനവർക്ക് ആക്ച്വലി കൺവേർട്ട് ചെയ്യാനുള്ള ആപ്പുകളൊക്കെ ഉണ്ട്. iOS ടു ആൻഡ്രോയിഡ്, ആൻഡ്രോയിഡ് ടു iOS ഒക്കെ ഉണ്ട്, രണ്ടുപേർക്കും ഉണ്ട്. പക്ഷെ അത് ഫുള്ളി കൺവേർട്ട് ആവണില്ല മര്യാദയ്ക്ക്. ഫുള്ളി നമ്മുടെ നോർമൽ നമ്മുടെ ഇപ്പോൾ സാംസങ് ടു സാംസങ് ഒക്കെ ആണെങ്കിൽ സ്മാർട്ട് സ്വിച്ച് ഒരു ആപ്പൊക്കെ ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ 100% എല്ലാ സാധനം അതേപോലെ കിട്ടും. ഇപ്പോൾ എൻ്റെ ഈ ഫോൺ ഇരിക്കുന്നത് എൻ്റെ മുമ്പ് സാംസങ് S23 ഉണ്ടെന്നു, അതേ കോപ്പി എടുത്ത് ഞാൻ അതിലേക്ക് വെച്ച പോലെയാണ് അയക്കണേ. എന്താ പറയുക, ഷെയർ ചെയ്യാൻ ഒരു 50 മിനിറ്റ് സംതിങ് റേഞ്ച് എടുത്തു എന്നല്ലാണ്ട് വേറെ ഒന്നും അറിയണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഇതിലില്ല. പിന്നെ ഇവരുടെ വേറെ ഇപ്പോൾ വാച്ച് ആയിക്കോട്ടെ കോമ്പാറ്റിബിലിറ്റി ഇല്ല വേറെ ആൻഡ്രോയിഡ് ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസുകളുണ്ട്.
iOS. പക്ഷേ എനിക്ക് ശരിക്കും ആൻഡ്രോയിഡ് വെറുത്തു. ആൻഡ്രോയിഡ് അല്ല, iOS എനിക്ക് ശരിക്കും വെറുത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഭയങ്കര വെറുപ്പിക്കലായിട്ടുണ്ട്. iOS പണ്ട് കുറച്ച് ക്വാളിറ്റി സാധനമൊക്കെ ഉണ്ടാകുന്ന സാധനമാണ്. പ്രത്യേകിച്ച് ടീം കുക്ക് നമ്മുടെ വന്നതിന് ശേഷമാണ് അത്ര അധികം ബോറ് പരിപാടിയായി പോയത്. എന്താ വെച്ചാൽ തീരെ ക്വാളിറ്റി കൺട്രോൾ ഇല്ല. OSന്റെ അപ്ഡേറ്റ് ഇറക്കണേലും തീരെ ക്വാളിറ്റി കൺട്രോൾ ഇല്ല. ഇതിൽ ചീപ്പ് ചൈനീസ് ഫോൺ ഇറക്കുന്ന പോലെയൊക്കെ ഇറക്കുന്നത്. ഒരു 10,000-70,000 രൂപയുടെ ഫോണിൽ ബാക്കിൽ പെയിന്റ് പോകുന്ന പറഞ്ഞു. അത് 6 മാസം പോലും ആവാത്ത ഫോൺ പെയിന്റ് പോകുന്നൊക്കെ പറഞ്ഞു. അതും റഫ് യൂസ് പോലും അല്ല, ഞാൻ ഫുൾ കേസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ എന്നിട്ട് കണ്ടു ഇതുമ്മേ അത് ഒട്ടിച്ചിരിക്കുക. അവിടെ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് എനിക്ക് ഇതിന്റെ ബ്ലാക്ക് കളർ അവൈലബിൾ ആയിരുന്നു. അത് കാരണം ഞാൻ അതുകൊണ്ട് ഒട്ടിച്ചിരിക്കുക. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് എന്റെ പെയിന്റ് ഇളകി വരുന്നത്. iOS 13 iPhone 13 ഭയങ്കര ഇഷ്യൂ വരുന്നത് അതേ സംഭവം തന്നെ. പ്രോ എഡിഷൻ ഒന്നും കുഴപ്പമില്ല, ഇതിന് മാത്രം. അപ്പോൾ ഇതിനൊരു ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കണം നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രാ 2 ബ്ലാക്ക് ഉണ്ടല്ലോ, അതിന് സുഖമായിട്ട് പെയിന്റ് പോകുന്നില്ല. അതൊന്നും വാങ്ങിക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഇഷ്യൂസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളി കംപ്ലീറ്റ്ലി മാറാൻ വിചാരിച്ചു. ഞാൻ പണ്ട് ഇത്ര കാലം മുമ്പ് ഒരു 3-4 കൊല്ലം മുമ്പ് വരെ ഞാൻ ഫുൾ ആൻഡ്രോയിഡ് യൂസറായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ iOSലേക്ക് മാറിയത്. പക്ഷേ iOSലേക്ക് മാറിയ ഇഷ്യൂ ഇതാണ്, നമുക്ക് പിന്നെ അങ്ങോട്ട് മാറാൻ ഭയങ്കര പണിയാണ്. ശരിക്കും അതിനെതിരെയാണ് നമുക്ക് യൂറോപ്യൻ യൂണിയനൊക്കെ അവർക്കെതിരെ കേസും സംഭവം കൊടുത്തിട്ട് പിന്നെ ടൈപ്പ് സി ആക്കിയത്. ഇനി വഴിയെ അവരും പറഞ്ഞിട്ടുണ്ട് വേറെ എല്ലാ ഡിവൈസുകളും എല്ലാ ഡിവൈസായിട്ടും കോമ്പാറ്റബിലിറ്റി ആവണമെന്ന് പറഞ്ഞിട്ട് അവർ റൂൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലൊന്നും വന്നിട്ടില്ല അത്. അപ്പോൾ അത് ശരിക്കും യൂറോപ്യൻ യൂണിയനെ വരെ ശരിക്കും ഫൈൻ ചെയ്യണം. എന്ന് വെച്ചാൽ ഫൈലോ എല്ലാം ചെയ്യണം. കേസൊക്കെ ശരിക്കും കൊടുക്കണമാർ. എന്ന് വെച്ചാൽ അവർ ശരിക്കും ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു നല്ലൊരു മൂവായി ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ടൈപ്പ് സി വന്ന പോലെ നല്ലൊരു മൂവ്. എന്ന് വെച്ചാൽ ഇതിൽ ടൈപ്പ് സി വന്നത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ്. വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ മറ്റേ സാധനം ഏത് നേരം പിടിച്ചുകൊണ്ട് നടക്കണം. ഇതാകുമ്പോൾ ആകെ ഒരു എന്താ പറയുക പിടി ചാർജർ കൊണ്ടു നടന്നാൽ മതി, അല്ലെങ്കിൽ വെച്ചാൽ മതി, ഈസി ആയിട്ട് ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഏത് പവർ ബാങ്കിലും നമുക്ക് ചാർജ് ചെയ്യാം. എൻ്റെ സാംസങ്ങിൻ്റെ പവർ ബാങ്ക് ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ചാർജ് ചെയ്യാൻ. ആക്ച്വലി എൻ്റെ സാംസങ്ങിൻ്റെ പവർ ബാങ്ക് നമ്മുടെ ക്യാമറ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് കാണിച്ചു തരാത്ത. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇതിന്ന് വേണമെങ്കിൽ അങ്ങോട്ട് ചാർജ് ചെയ്യാം, അതിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് ചാർജ് ചെയ്യാം. ഇതിൽ പിന്നെ നമുക്ക് പവർ ഷെയറിങ് ചാർജിങ് സംഭവം ഫീച്ചറൊന്നും ഇല്ല. വയർലെസ് ചാർജിങ് മാത്രമേ ഉള്ളൂ, റിവേഴ്സ് ചാർജിങ് ഒന്നും ഇല്ല. ഇതിലൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഷവമി ഉണ്ട്, അപ്പോൾ അതിലുണ്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ്. ഇതിലൊക്കെ അങ്ങോട്ടും ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ ബെനിഫിറ്റ് സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും തീരുമാനിച്ചു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 99% ഇപ്പോൾ കൺഫേം ആയിട്ടിരിക്കുന്നത്. ഞാൻ മാറാനുള്ള എന്താ വെച്ചാൽ ഇതിൻ്റെ ഞാൻ ബാക്കപ്പ് ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് എടുത്തു. പക്ഷേ ഇതിൻ്റെ ബാക്കപ്പ് എടുത്ത് വെക്കൽ iOS to iOS ആണെങ്കിൽ ഈസിയാണ്. പക്ഷേ iOS to Android ആകുമ്പോൾ ഭയങ്കര ഇഷ്യൂസാണ് എനിക്ക് തോന്നുന്നത്. ഒരു എന്താ പറയുക, ഫ്രണ്ട്ലി അല്ല, തീരെ ഫ്രണ്ട്ലി അല്ല, കുറച്ച് പണിയെടുക്കണം. അതുപോലെ തന്നെ ആപ്പ് ത്രൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ആപ്പിൻ്റെ റേറ്റിംഗ് നോക്കിയേക്കാം. ഒരു റേറ്റിംഗും ഇല്ല, 3, 2.3 അങ്ങനെയൊക്കെ റേറ്റിംഗ് തന്നെ. അപ്പോൾ ഇത് ഫുള്ളി ഒരു പകുതി മുക്കാൽ ആൾക്കാരുടെ സാധനം ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഫുള്ളി ട്രാൻസ്ഫർ ആവുന്നില്ല. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്ര കാലം വെച്ചോണ്ടിരുന്നത്. ശരിക്കും ഞാൻ എന്തായാലും പ്രൈമറി ഡിവൈസ് ഞാൻ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു പോയാലെന്ന് കുറച്ച് കാലമായി ഞാൻ ആലോചിക്കുന്നു. പ്രത്യേകിച്ച് സാംസങ് ഡിവൈസിലേക്ക് തിരിച്ചു പോയാലെന്ന് കുറേ കാലമായി ആലോചിക്കണം. അപ്പോൾ എന്തായാലും നമ്മളത് ഡിസൈഡ് ചെയ്തു. അപ്പോൾ iOS അല്ലെങ്കിൽ ആപ്പിളിന് വിടാന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എൻ്റെ എന്തായാലും ഒരു ഫോൺ ഉണ്ടായിരിക്കും iOSൻ്റെ. അതിപ്പോൾ സെക്കൻഡറി ഫോണായിട്ട് എന്തായാലും എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും. സെക്കൻഡറിയോ അല്ലെങ്കിൽ തേർഡായിട്ടോ എന്തെങ്കിലും ആയിട്ട് ഉണ്ടായിരിക്കും. എന്നിട്ട് നമുക്ക് വീഡിയോ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസും കൂടെ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളിൽ കൊടുത്തിട്ടുണ്ടാകും. മറക്കണ്ട. അടുത്ത കാണാം.